80 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടിയെ കട്ടക്കറുപ്പാക്കാൻ ഇത് കൊണ്ടൊന്ന് തൊട്ട് നോക്കൂ. അത്രയ്ക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു സ്പൂൺ കടുകുണ്ടോ? കടുകുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടുകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അടിപൊളി റിസൾട്ടാണ്. കടുകിൻ്റെ കൂടെ കുറച്ച് സാധനം കൂടെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യും. നരച്ച മുടി എവിടെയൊക്കെ ഉണ്ട് ആ ഭാഗങ്ങളിലെല്ലാം നിങ്ങളിത് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉലുവ മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി വളരാൻ നല്ലതാണ്. മുടി താരം പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രാമ്പു, ഈ ഗ്രാമ്പു ഇത്രയും കൂട്ട സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തത്. ഗ്രാമ്പു മുടി വളരാനും മുടിക്കും വളരെ ആരോഗ്യത്തോടു കൂടി വളരാൻ സഹായിക്കുന്നതാണ് ഗ്രാമ്പു. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകും. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഇത്രയും 3 സാധനങ്ങളുടെ ഞാൻ ഓരോ ടീസ്പൂൺ വെച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവായും 1 ടീസ്പൂൺ കടുകും അതിൻ്റെ കൂടെ തന്നെ 3 ഗ്രാമ്പുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 കൂടി ഇരുമ്പ് ചട്ടിയിൽ നല്ലപോലെ കരിച്ച് വറുത്തിട്ടെടുക്കാം. ഇതേ രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം. വറുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറയിലേക്ക് ഇട്ട് പൊടിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കരിഞ്ഞിവിടും. ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നും തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറയിട്ട് പൊടിക്കേണ്ട. കണ്ടില്ല, നല്ല രീതിയിൽ തന്നെ കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടികല്ലിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറയിൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. പിന്നെ ഒരു ഇടികല്ല് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനായിട്ട് മിക്സി എടുക്കേണ്ട വഴിയൊന്നുമില്ല. നമുക്കിങ്ങനെ ഇതിലേക്ക് വെച്ചിട്ട് ഈ കല്ല് കൊണ്ടൊന്ന് ഇതിങ്ങനെ ആക്കി കൊടുക്കണം. ശരിക്കും പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്ന ഒരു ഇതാണ്. നമ്മൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊടിച്ചത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് പൊടിയൊന്ന് പൊടിച്ചെടുത്തിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ല, ഈ ഒരു പൊടിയുടെ കളർ കണ്ടില്ല. ഈ ഒരു സാധനത്തിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഞാൻ ആ പൊടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇതൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരുണ്ടെങ്കിൽ എടുക്കുക. ആ കട്ട തൈര് ഇതിലേക്ക് വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബൗളിലേക്ക് ഇതെടുക്കാൻ ഇതില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. നല്ലതാണ് നമ്മുടെ മുടിക്ക് തൈര്. നല്ല രീതിയിൽ തന്നെ മുടി കറക്കാനായിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മുടെ തൈര് വളരെ നല്ലതാണ്. മുടിക്ക് നല്ല സിൽക്കി ആയിട്ട് കിടക്കാൻ സഹായിക്കുന്നതാണ് തൈര്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ജാറയിൽ അടിച്ച് ഇതിനകത്ത് ഒഴിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന ഇതാണേലും മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഞാൻ അലോവേര ജെല്ലും കൂടെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. കുളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. അത് എണ്ണമയമില്ലാത്ത മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. എപ്പോഴാണ് കുളിക്കുമ്പോൾ അന്നപ്പോൾ നിങ്ങളിത് കഴുകി കളയുക. അപ്പോൾ നരച്ച മുടിയിലേക്ക് ഇത് നമുക്ക് ഒരു ഇതിൻ്റെ ഷെയ്ഡിലേക്ക് മുടി കൊണ്ടുവരാൻ സഹായിക്കും. മുടി കൊഴിച്ചിൽ മാറും. അതുപോലെ മുടി പൊട്ടൽ, മുടിക്കായ ഇതെല്ലാം മാറാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഒരൊറ്റ യൂസിൽ നമ്മൾ കെമിക്കൽ മേടിച്ചടിക്കുന്ന പോലെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് നാച്ചുറലാണ്. നാച്ചുറൽ പതുക്കെ പിടിച്ചു വരുന്നത്. ചില മുടികളിൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലർക്ക് കട്ടിയുള്ള മുടിയാണെങ്കിൽ പിന്നെ കുറച്ച് താമസം വരും നമ്മുടെ മുടിയിൽ ഇത് പിടിക്കാനായിട്ട് കേട്ടോ. ചില പഞ്ഞി പോലത്തെ മുടിയിലാണ് പെട്ടെന്ന് ഇത് പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് താമസം പിടിക്കുമെങ്കിൽ നമുക്ക് മുടി നല്ല നാച്ചുറലായിട്ട് തന്നെ കറുപ്പിക്കാൻ പറ്റുന്ന കിടക്കാച്ച ഒരു സൂത്രമാണിത്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. നിങ്ങൾക്ക് ആർക്കെല്ലാം അലർജിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കണ്ടില്ല, അടിപൊളിയാണിത്. ഇതേ കറുപ്പ് നമ്മുടെ പൊടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.